കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിൽ ആകാശ ഇടനാഴി 48 മീറ്റർ വീതിയിൽ തന്നെ നിർമ്മിക്കണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ. ഈ ആവശ്യമുന്നയിച്ച് റെയിൽവേ ഉന്നത അധികാരികൾക്ക് നിവേദനം നൽകുമെന്ന് വർക്കിംഗ് ചെയർമാൻ സി ചാക്കുണ്ണി പറഞ്ഞു. മുൻകാലങ്ങളിലില്ലാത്ത ദുരിതമാണ് തീവണ്ടി യാത്രക്കാരും പൊതുജനങ്ങളും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ നവീകരണവുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തികൾ മൂലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മേന്മകൾ മനസ്സിലാക്കിയും സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലുമാണ് ഈ പദ്ധതിക്ക് വൻ സ്വീകാര്യതയും സഹകരണവും ജനങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. എന്നാൽ ആകാശ ഇടനാഴിയുടെ വീതി കുറയ്ക്കൽ പദ്ധതി നടത്തിപ്പിനെ ബാധിക്കാനും അനുബന്ധ നിർമ്മിതികളിൽ ഘടനാപരമായ മാറ്റം വരുത്തുന്നതിനും കാലതാമസത്തിനും ഇടവരുത്തുമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ വർക്കിംഗ് ചെയർമാൻ ഷവലിയാർ സി ചാക്കുണ്ണി പറഞ്ഞു. എല്ലാം കഴിഞ്ഞ് ഇപ്പോഴാണ് എല്ലാവരെയും വളരെയധികം ആശങ്കയിലാക്കുന്ന പ്രഖ്യാപനം വന്നത്. 48 മീറ്റർ വീതിയുള്ള ആകാശപാത 24 വീതിയാക്കി ചുരുക്കുന്നതിന്റെ യുക്തി സാധാരണക്കാർക്ക് ആർക്കും മനസ്സിലാകുന്നില്ല. മാത്രമല്ല, പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ലാതെ തന്നെ അവിടുത്തെ മാളുകളും ഭോജനശാലകളും മറ്റെല്ലാം സിനിമാ തിയേറ്ററെല്ലാം സന്ദർശിക്കാൻ അനുമതി നൽകുന്നുണ്ട്. അപ്പോൾ ആ യാത്രക്കാരുടെ തിരക്ക് ഒരുക്കുമ്പോൾ ഈ ആകാശപാത ചുരുക്കുന്നത് അപകട സാധ്യത വരെയുണ്ട്. ഇക്കാര്യത്തിൽ പുനഃപരിശോധിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും അഭ്യർത്ഥിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും. കരാർ നൽകിയ പദ്ധതി പ്രകാരം തന്നെ സമയബന്ധിതമായി പണി പൂർത്തീകരിക്കണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ഈ ആവശ്യമുന്നയിച്ച് അസോസിയേഷൻ ചെയർമാൻ ഡോക്ടർ എ വി അനൂപ്, ഉത്തരേന്ത്യൻ കൺവീനർ ഡോക്ടർ കെ എസ് ജോൺസൺ, കേരള റീജിയൻ വൈസ് ചെയർമാൻ എ ശിവശങ്കരൻ എന്നിവർ നിവേദനം സമർപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സമന്വയത്തിന്റെ പാതയിലൂടെ ആകാശ ഇടനാഴി 48 മീറ്റർ വീതിയിൽ തന്നെ നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാരും ജനപ്രതിനിധികളും യാത്രാ സംഘടനകളും യോജിച്ച് പ്രവർത്തിക്കണമെന്നും സി ചാക്കുണ്ണി ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.